വൈകിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് വാവച്ചിട്ട് ചോദ്യം, നമുക്കൊരു പടം വരച്ചാലോ എന്ന്. പടം വരച്ച ഒത്തിരി കാലമായി. പിന്നെ ഒരു ക്യാൻവാസൊക്കെ തട്ടിക്കൂട്ടി. ഇപ്പം നന്ദൂട്ടൻ ടി വി കണ്ടിരിക്കുകയാണ്. അവൻ എന്തൊക്കെയോ ലയിച്ച് കണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 3 തടിക്കഷ്ണം എടുത്ത് വെച്ച് അത് കൂട്ടി ഒരു ക്യാൻവാസ് വയ്ക്കാനുള്ള ബോർഡ് ഉണ്ടാക്കി. അത് മേടിക്കാൻ പോയാൽ 6000, 3000, 4000 ഒക്കെയാണ് ഓൺലൈനിൽ വില കാണിച്ചത്. നമുക്ക് ചിലവ് കുറച്ചുണ്ടാക്കാനുള്ള മാർഗം അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി. അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ കാണുന്നതെന്നൊന്നും അറിയില്ല. വാപ്പിച്ച് വെച്ചിരിക്കുന്ന എന്തോ കാർട്ടൂണോ മറ്റോ ആണെന്ന് തോന്നുന്നു. അത് വരയ്ക്കാനുള്ള എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. ഈ കാലങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ച അക്കലിക്ക് പെയിന്റുകൾ കുറച്ചുണ്ടായിരുന്നു. ഒത്തിരി നല്ല 5-6 ട്യൂബുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വെച്ച് ഉള്ള കളറൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് സൺസെറ്റ് ആണല്ലോ വരയ്ക്കാൻ എളുപ്പം. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, എനിക്കും അങ്ങനെ തന്നെയാണ്. അതാകുമ്പോൾ 2-3 കളറിൻ്റെ കോമ്പിനേഷൻ മാത്രം മതിയല്ലോ എന്നോർത്ത് സൺസെറ്റ് അങ്ങ് വരച്ചേക്കാന്ന് വെച്ചു. അപ്പം അങ്ങനെ ഒരു സൺസെറ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a വരച്ചിട്ട് ഒത്തിരി കാലമായിരുന്നു. അതുകൊണ്ട് കൈയൊന്നും അങ്ങോട്ട് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. വരയുന്നില്ല. എന്ത് കലയാണേലും എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ശ്രമിച്ചു നോക്കാം എന്ന് കരുതി തന്നെയാണ് വരച്ചു തുടങ്ങിയത്. കുറച്ചു നേരമായി വാവച്ചി നോക്കിയിരുന്നു മടുത്തു. ഏകദേശം 12 മണിയായി. colors splash like secrets on these walls, while laughter echoes through the halls. Feel the world just turning slow. Let the breeze tell us വരയ്ക്ക് ജീവൻ നൽകുന്നത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ടച്ചുകളാണ്. every step a beat. നമുക്കത് വലിയ വശമില്ലാത്തതുകൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ ഒന്ന് കുത്തിക്കുറിച്ച് നോക്കുകയോ ചെയ്യുന്നു. എത്ര വരച്ചിട്ടുണ്ടെങ്കിലും ഒരു പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ഒരാളുടെ ഒപ്പം എത്താൻ കഴിയില്ലല്ലോ. എന്നാലും ശ്രമിക്കുക. പിന്നെ ക്ഷമ എന്ന് പറഞ്ഞ സാധനം എനിക്ക് പണ്ടേ ഇല്ല. പെട്ടെന്ന് ചെയ്യണം. വരാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട ജോലിയാണ്. മണിക്കൂറുകളിലെത്തിക്കേണ്ടതാണ്. അവസാനം വാവച്ച് മടുത്തു. റീല് കണ്ട് 11:45, 12 മണിയായി. സമീപത്തിൻ്റെ 12 മണിയായി. ഉറക്കത്തിലേക്ക് ഞങ്ങൾ വഴുതി വീഴുന്ന സമയമൊക്കെയായി. അപ്പോഴേക്കും ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചൊരു പടത്തിലേക്ക് എത്തി. ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ കരുതിയത്. അപ്പം നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ അല്ലേ? എങ്കിൽ പിന്നെ വീണ്ടും കാണാം.